2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF അതിശക്തമായി തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ ട്രെൻഡുകളിലും UDFന് 20-ൽ 18 സീറ്റ് ഏറ്റവും കുറഞ്ഞ പക്ഷം കിട്ടും എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ UDF കൺവീനറും KPCC അധ്യക്ഷൻ K സുധാകരനുമൊക്കെ അഭിപ്രായപ്പെട്ടിരിക്കുന്ന 20-ൽ 20 സീറ്റും ലഭിക്കുമെന്നാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൃത്യമായി പറഞ്ഞു, ഒരു സീറ്റ് പോലും UDFന് നഷ്ടമാകില്ല എന്ന്. അത്രമേൽ ജനം മടുത്തിരിക്കുകയാണ് പിണറായിയുടെ രണ്ടാം ഭരണം. അധികാരം എല്ലാ രീതിയിലും ആസ്വദിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അത് മത്ത് പിടിപ്പിക്കുമ്പോൾ കമ്മ്യൂണിസം തന്നെ തകരുന്ന ഒരു രീതിയിലേക്കാണ്. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചതിൻ്റെ തനി ആവർത്തനം കേരളത്തിലും ഉണ്ടാകുമെന്ന് വ്യക്തമാകുകയാണ്. CPIM BJPക്ക് വോട്ട് കച്ചവടം നടത്തുന്നത് വഴി ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്. EP ജയരാജനും പ്രകാശ് ജാവ്ദേക്കറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് ഒരിക്കലും അത് സിനിമാ കഥ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴങ്കഥ പറഞ്ഞ് രസിക്കാനോ ഒന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇന്നിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് തന്നെയാണ് അവർ ചർച്ച ചെയ്തതെന്നുള്ളത് വ്യക്തമല്ലേ. പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞത് കേരളത്തിൽ BJPക്ക് 5 സീറ്റ് വരെ ലഭ്യമാകും എന്ന് തന്നെയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നാണ്, കൃത്യമായും പ്രകാശ് ജാവ്ദേക്കറിന് അജണ്ടയുണ്ട്. ആ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് അദ്ദേഹം അവലംബിച്ചത്. അതിൻ്റെ ഭാഗമായാണ് അദ്ദേഹം കേരളത്തിൽ വന്നത്. BJPക്ക് തൃശ്ശൂർ സീറ്റ് ഏറ്റവും അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ CPIMൻ്റെ സഹായം വാങ്ങിയെടുക്കാൻ വേണ്ടി തന്നെയാണ് അവിടെ വന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നരേന്ദ്രമോദി നിരവധി തവണ തൃശ്ശൂരിൽ വന്നതും ആ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. CPIM BJPക്ക് നടത്തുന്ന ഈ വോട്ട് കച്ചവടത്തിലൂടെ നഷ്ടപ്പെടുന്നത് അവരുടെ സ്വത്വം തന്നെയായിരിക്കുമെന്ന് കോൺഗ്രസ് അതുകൊണ്ടാണ് ആരോപിക്കുന്നത്. അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പോടുകൂടി CPIMന് അത് വ്യക്തമാകും എന്നുള്ള കാര്യവും കോൺഗ്രസ് പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ CPIM BJPയെ സഹായിക്കുന്നത് കൃത്യമായും തന്നെ വെസ്റ്റ് ബംഗാളിൽ കാണുന്നതാണ്. അവിടെ BJPയുടെ വോട്ട് ഷെയർ കുത്തനെ വളർന്നത് CPIMൻ്റെ വോട്ട് വിഴുങ്ങിക്കൊണ്ടാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുതന്നെയാണ് കേരളത്തിലും സംഭവിക്കുന്നത്. CPIM BJPയെ ജയിപ്പിക്കാനും കോൺഗ്രസിനെ മനഃപൂർവ്വമായി തോൽപ്പിക്കാനും വേണ്ടി ശ്രമിക്കുകയാണ്. അതിൻ്റെ ഫലമായാണ് ഇപ്പോൾ വോട്ട് ധാരണയായിരിക്കുന്നതും ക്രോസ് വോട്ടിംഗ് ഉൾപ്പെടെ നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുന്നതെന്നും തൃശ്ശൂരിലെ UDF സ്ഥാനാർത്ഥിയായ K മുരളീധരൻ പറഞ്ഞിരിക്കുകയാണ്. ജൂൺ 4 ആകുമ്പോൾ താൻ തെളിവുകളെല്ലാം തന്നെ പുറത്തുവിടാൻ കഴിയുമെന്നും അതുവരെ കാത്തിരിക്കണമെന്നാണ് ജനങ്ങളോട് കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. UDF കൃത്യമായി ഒരു മേൽക്കൈ ഉണ്ടാക്കിയെടുക്കും. ഏതെല്ലാം രീതിയിൽ വോട്ട് കച്ചവടം നടത്തിയാലും കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ BJPയെ തഴയുക തന്നെ ചെയ്യും. എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഷെയർ ഗണ്യമായി കുറയുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കാണുക എന്ന് UDF പറയുന്നുണ്ട്.